അത്യുന്നതനും കാരുണ്യവാനുമായ ത്രിയേക ദൈവത്തിന് സ്തുതി. യെരമ്യായുടെ പുസ്തകം 29-ാം അധ്യായം 13-ാം തിരുവചനത്തിൽ പറയുന്നു, നിങ്ങൾ എന്നെ അന്വേഷിക്കും, ഹൃദയ പരമാർത്ഥതയോടെ അന്വേഷിക്കുമ്പോൾ കണ്ടെത്തും. പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ടവരെ, അഗാപ്പെ ചാനലിലേക്ക് നിങ്ങളെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. നമുക്കറിയാം, ശാസ്ത്രത്തിനും പ്രകൃതി നിയമങ്ങൾക്കും ലോകത്തെ വിസ്മയിപ്പിച്ച, എല്ലാത്തിനും അതീതമായി ലോകത്തെ വിസ്മയിപ്പിച്ച സ്വർഗീയ രഹസ്യമാണ് പരിശുദ്ധ കുർബാന. ഞാൻ വീണ്ടും പരിശുദ്ധ കുർബാനയെ കുറിച്ച് പറയാൻ ഒരു കാരണം, കഴിഞ്ഞ ദിവസം ഫോണിൽ ഒരു വ്യക്തി സംസാരിക്കുന്നതിനിടയിൽ പറഞ്ഞു, ഞാൻ എല്ലാ ദിവസവും പള്ളിയിൽ പോകാൻ ശ്രമിക്കും, പക്ഷെ ഞാൻ കുമ്പസാരിക്കുകയില്ല, കുർബാന സ്വീകരിക്കുകയില്ല. അദ്ദേഹം സ്വാഭാവികമായിട്ട് പറഞ്ഞതാണ്, ഒരു നാടകം കാണുന്നത് പോലെ അല്ലെങ്കിൽ ഒരു കൗതുകമായിട്ട് കാണുന്നത് പോലെ പരിശുദ്ധ കുർബാന എടുക്കുന്ന അനേകം വ്യക്തികളുണ്ടെന്ന് നമുക്കറിയാം. പ്രിയപ്പെട്ടവരെ, നമുക്കറിയാം, പ്രകൃതി നിയമങ്ങൾക്കെല്ലാം അതീതമായിട്ട് പരിശുദ്ധ കുർബാനയുടെ അത്ഭുതങ്ങൾ ലോകത്തിൽ അനേകം പ്രാവശ്യം ഉണ്ടായിട്ടുണ്ട്. നമ്മളത് കേട്ടറിയുന്നതാണ്. നമുക്കറിയാം, ലാഞ്ചിയാനോ മുതൽ വിളക്കന്നൂർ വരെ ഉള്ള പരിശുദ്ധ കുർബാനയുടെ അത്ഭുതങ്ങളിൽ അനേക അത്ഭുതങ്ങളിൽ 100-ൽ പരമാണ് കത്തോലിക്കാ സഭ പരീക്ഷണങ്ങളിലൂടെ തെളിയിച്ച് അന്വേഷിച്ച് കണ്ടെത്തി അത് അത്ഭുതമാണെന്ന് സ്ഥിരീകരിച്ചത്. നമുക്കറിയാം, വിളക്കന്നൂരെ പരിശുദ്ധ കുർബാന അത്ഭുതം 25 വർഷങ്ങൾക്ക് ശേഷമാണ് അത് സ്ഥിരീകരിച്ചത്. കഴിഞ്ഞ ദിവസം നമ്മൾ അറിഞ്ഞു, ലെബനോണിൽ യുദ്ധക്കെടുതിയിൽ തകർന്നു പോയ പള്ളി, അവിടെ എല്ലാ ബലമുള്ള വസ്തുക്കൾ പോലും തകർന്നു പോയെങ്കിലും 47-ാം ദിവസമാണ് അവിടുത്തെ വികാരിച്ചൻ തകർന്ന അടിഞ്ഞ പള്ളിയിലേക്ക് ചെല്ലുന്നത്. അപ്പോഴത് അത്ഭുതകരമായിട്ട് പരിശുദ്ധ കുർബാന ഒരു കേടും കൂടാതെ അവിടെ ഇരിക്കുകയാണ്. 2 ആഴ്ചയിൽ കൂടുതൽ അങ്ങനെ ലോകത്തിന്റെ ദൃഷ്ടിയിൽ ഇരിക്കാത്ത ആ ഓലപ്പപ്പം 47 ദിവസമായിട്ടും അതുപോലെ തന്നെ ഇരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ടവരെ, നമ്മളെ അന്വേഷിച്ച് കണ്ടെത്തേണ്ട അനേകം രഹസ്യങ്ങളാണ് കർത്താവ് ഇങ്ങനെ മറച്ചു വെച്ചിരിക്കുന്നത്. അത് നമ്മൾ ഹൃദയ പരമാർത്ഥതയോടെ അന്വേഷിക്കുമ്പോഴാണ് നമുക്ക് കണ്ടെത്താൻ സാധിക്കുന്നത്. റോമിലെ വിശുദ്ധ ക്രിസ്റ്റീനായുടെ ദേവാലയത്തിൽ ജർമ്മൻകാരനായ ഫാദർ പീറ്റർ ബലിയർപ്പിക്കുമ്പോഴാണ് പരിശുദ്ധ കുർബാന ഉയർത്തുമ്പോൾ അത് പച്ച മാംസമായിട്ട് കാണപ്പെടുന്നത്. അങ്ങനെ എത്രയോ അനേകം അത്ഭുതങ്ങളാണ് ലോകത്തിൽ നടന്നിട്ടുള്ളത്. നമുക്കറിയാം, ഈ പരിശുദ്ധ കുർബാന സത്യമാണോ എന്നറിയുവാൻ അത് മറ്റുള്ളവരെ അറിയിക്കാതെ തന്നെയാണ് വത്തിക്കാന്റെ നേതൃത്വത്തിൽ യുക്തിവാദികളും നിരീശ്വരവാദികളും ആയ ശാസ്ത്രന്മാർ അടങ്ങിയ സംഘം കുർബാനയെ പരിശോധിക്കുന്നത്. അപ്പോൾ അവരെല്ലാം സാക്ഷ്യപ്പെടുത്തിയിരിക്കുന്ന ഒരു കാര്യം, പിടഞ്ഞു മരിച്ച പൂർണ്ണ ആരോഗ്യവാനായ ഒരു പുരുഷന്റെ ഹൃദയത്തിലെ കോശങ്ങളാണിതെന്നും, ഒരു പുരുഷന്റെ ഹൃദയത്തിലെ കോശങ്ങളാണെന്നും AB പോസിറ്റീവ് രക്തമാണെന്നും എല്ലായിടത്തും സാക്ഷ്യപ്പെടുത്തുന്നു. പ്രിയപ്പെട്ടവരെ, കത്തോലിക്ക സഭാ വിശ്വാസികളായ നമ്മൾ ഇത്രയെല്ലാം അറിഞ്ഞിട്ടും പരിശുദ്ധ കുർബാനയെ പൂർണ്ണമായിട്ട് സഹകരിച്ച് വിശ്വസിച്ച് സ്വീകരിക്കുന്നുണ്ടോ, കുർബാനയിൽ പങ്കെടുക്കുന്നുണ്ടോ എന്ന് നമുക്ക് ആത്മശോധന ചെയ്യാം. വിശുദ്ധ അംബ്രോസ് പറയുന്നു, ഞാൻ പാപം ചെയ്യുന്നവനാകിയാൽ എനിക്കൊരു ഔഷധം ആവശ്യമുണ്ട്. അതാണ് ആ ദിവ്യ ഔഷധമാണ് പരിശുദ്ധ കുർബാന. നമുക്കറിയാം, ആവർത്തിച്ചാൽ ഏത് കാര്യവും നമുക്ക് ലോകത്തിൽ മടുപ്പ് തോന്നും. പക്ഷെ പരിശുദ്ധ കുർബാന എല്ലാ ദിവസവും എപ്പോഴും ലോകത്തിൽ നമ്മൾ ഉറങ്ങുമ്പോഴും ഭൂമിയിൽ എവിടെയെങ്കിലും പരിശുദ്ധ കുർബാന നടക്കുകയാണ്. മാത്രവുമല്ല, എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്ന ദിവ്യബലിയുടെ ആ ഒരു അനുഗ്രഹം നമുക്കും ലഭിക്കുന്നു. ഈ സ്വയം ദാനമായ പരിശുദ്ധ കുർബാന നമുക്കിപ്പോൾ വളരെ സ്വാതന്ത്ര്യത്തോടെ അനുഭവിക്കാമെങ്കിൽ നാളെ എന്താകുമെന്ന് നമുക്ക് അറിഞ്ഞുകൂടാം.
കാരണം പല കത്തോലിക്ക രാജ്യങ്ങളിൽ പോലും ക്രിസ്തുവിനെ പരസ്യമായിട്ട് പറയുന്നത് നിഷേധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണിത്. ക്രൈസ്ത ലോർഡ്, നമ്മുടെ ജീവിതത്തെക്കുറിച്ച് നമുക്ക് ആലോചിക്കാം. നമുക്കറിയാം, കഴിഞ്ഞ നാളിൽ നമ്മൾ കണ്ടു കൗമാരക്കാരനായ കാർലോ അക്യൂട്ടസിന്റെ ചരിത്രം. ഡിജിറ്റൽ രീതികളിലൂടെ തനിക്കറിയാവുന്ന എല്ലാ പുതിയ മാധ്യമങ്ങൾ ഉപയോഗിച്ച് ദിവ്യകാരുണ്യത്തിന്റെ മഹത്വം പ്രകീർത്തിച്ച് അവൻ ചെറുപ്പത്തിൽ തന്നെ മരിച്ചുപോയ കാർലോ അക്യൂട്ടസിനെ നമ്മുടെ ലിയോ മാർപ്പാപ്പയുടെ ആദ്യമായ വിശുദ്ധനെ പ്രഖ്യാപിക്കുന്നത് ഈ കാർലോ അക്യൂട്ടസിനാണ്. നമുക്കറിയാം, നമ്മളെ വിശ്വാസത്തിലേക്ക് നയിക്കുന്ന അനേകം കാര്യങ്ങളുണ്ട്. കാർലോ അക്യൂട്ടസിന്റെ അമ്മ പറഞ്ഞത്, എന്നെ വിശ്വാസത്തിലേക്ക് നയിച്ചത് എൻ്റെ മകനാണെന്ന്. നമുക്ക് ശ്രദ്ധിക്കാൻ പരിശുദ്ധ കുർബാനയുടെ മഹത്വം മറ്റൊന്നും മനസ്സിലാക്കിയില്ലെങ്കിലും പരിശുദ്ധ കുർബാനയുടെ മഹത്വം നമുക്ക് മനസ്സിലാക്കാൻ അതിനുവേണ്ടി നമുക്ക് എത്ര സമയം എടുത്തും പരിശുദ്ധ കുർബാനയെ നമുക്ക് ആരാധിക്കാൻ, കുർബാനയിൽ പങ്കുകൊള്ളാൻ നമുക്ക് ശ്രമിക്കാം. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. സുഭാഷിതങ്ങൾ 3-ാം അധ്യായം 5-ാം തിരുവചനത്തിൽ പറയുന്നു, കർത്താവിൽ പൂർണ്ണ ഹൃദയത്തോടെ വിശ്വാസം അർപ്പിക്കുക, സ്വന്തം ബുദ്ധിയെ ആശ്രയിക്കരുത്. ക്രൈസ്ത ലോർഡ്.